ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ടക്കറി ആക്കാനും പറഞ്ഞിട്ട് രണ്ടാളും പ്ലാൻ ഇട്ടിട്ടൊന്ന് ആക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ചട്ടി ചൂടാക്കാൻ വെക്കുക ഗ്യാസിൽ. ചട്ടി ചൂടാക്കാൻ വെച്ചു. ചൂടാകുമ്പോഴത്തേന് എണ്ണ വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ സ്പൈസസ്, ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ജീരകവും പെരുംജീരകവും എല്ലാം ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് പച്ചമുളക് ആഡാക്കുക. പച്ചമുളക് 2 ഇടുന്നുള്ളൂ, എരിവ് അത്ര വേണ്ടാത്തതുകൊണ്ട്. പിന്നെ എന്തായാലും നമ്മൾ മുളക് പൊടി ഇടുമല്ലോ. പിന്നെ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് അതൊന്ന് നല്ലോണം വാടി വരുന്ന വരയ്ക്കും ഒരു 1 മിനിറ്റ് ഒരു കുറച്ച് സോൾട്ട് വേഗം ഇട്ട് കൊടുത്താൽ ഉള്ളി നല്ലോണം വേഗം വാടിക്കൊള്ളൂ. സോ അതിട്ട് 1 മിനിറ്റ് ആയ പിന്നെ 1 മിനിറ്റ് നല്ലോണം വാടട്ടെ. ഉള്ളി വാട്ടി വന്ന പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡാക്കി കൊടുക്കുക. ആഡാക്കിയിട്ട് അത് ഒരു നല്ല 1 മിനിറ്റ് ആ ഇഞ്ചിൻ്റെ ഇതെല്ലാം ഒരു പച്ചമണമെല്ലാം പോകുന്ന വരയ്ക്ക് നല്ലോണം വാട്ടിയിട്ട് എന്നിട്ട് അതിൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ലോണം വാടണേ. നല്ല ഗ്രേവി പോലെ ആയി വരുമ്പോൾ അതിൽ പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഒരു ചെറിയ 1/4 സ്പൂണെന്ന് പറയാനുള്ളൂ, കുറച്ച്. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മസാല 2 സ്പൂൺ ഇടുന്നുണ്ട്. എൻ്റെ അടുത്ത് ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ മസാലയിൽ ഒപ്പിച്ചു. ഓക്കെ. എന്നിട്ട് അതിൽ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇണ്ടാന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചായിരുന്നു. എന്നിട്ട് അതിൽ മുട്ട ഇങ്ങനെ പതിച്ച് വരുമ്പോൾ പൊട്ടിച്ച് ഒഴിക്കുക. മഞ്ഞയില്ലേ, അത് പൊട്ടരുത്. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ കഴിക്കണം മോനെ, വേറെ ലെവൽ മുട്ടക്കറി.